ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് കാക്കനാടിന് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇൻഫോ പാർക്കിന് വളരെ അടുത്താണെന്ന് തന്നെ നമുക്ക് പറയാം. 1600 സ്ക്വയർ ഫീറ്റിൽ ലാൻഡ് നോക്കുവാണെങ്കിൽ 3100 വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇടച്ചിറ എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ പലരും ഇടച്ചിറ ജംഗ്ഷൻ വെച്ചിട്ടാണ് എല്ലായിടത്തേക്കുള്ള ദൂരം കമ്പയർ ചെയ്യുന്നത്. ഇടച്ചിറ ജംഗ്ഷനിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 5.4 കിലോമീറ്റർ, വികാസവാണി ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ ആണ് ദൂരം വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് വരുന്നത്. 3 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഈസി ആയിട്ട് എത്താവുന്ന ലൊക്കേഷനാണ്. അതുപോലെ കാക്കനാട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ലൊക്കേഷനാണ്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെ എല്ലാം നിറയെ വില്ലകളാണ്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമുള്ളതാണ്. ഈ ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാണെങ്കിൽ ചെറിയ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് വൈഡ് ആയിട്ടുള്ള റോഡാണ്. നമുക്ക് ഈ വഴിയിൽ 2 വീടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു കൺജഷനും ഇല്ലാതെ സുഖമായിട്ട് കാർ നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണ്. ചെറിയൊരു മോൾ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രേ കളർ ബോർഡർ വരുന്നുണ്ട്. ടെക്സ്റ്റർ വർക്കാണ്. മെയിൻ 2 പില്ലറുകളിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 മെയിൻ ലാമ്പ് പിടിപ്പിക്കാനുള്ള വർക്കും കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ഷൻ വരുന്ന ആ ഒരു ബോർഡർ പോർഷനുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ബ്രൗൺ കളർ പെയിന്റ് ആണ്. LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെറിയൊരു വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം, ഭയങ്കര കാറ്റാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലുള്ള ഒരു ഏരിയയിലാണ്, നല്ല തുറന്ന ഏരിയയാണ്. നമുക്ക് ഒരുപാട് വീടുകൾ ഉണ്ടെങ്കിൽ പോലും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു വില്ലകൾക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. നല്ല തുറന്ന അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല കാറ്റ് ഇവിടെ കിട്ടുന്ന ഏരിയയാണ്. സാധാരണ നമുക്കറിയാം, നല്ല കാറ്റും വെളിച്ചവുമുള്ള ഏരിയയിലാണ് നമ്മൾ എല്ലാവരും എപ്പോഴും വീട് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ നല്ലൊരു ഏരിയയുമാണ്, കാമാൻകൊറ്റായ ലൊക്കേഷനുമാണ്. നമുക്കപ്പോൾ ഗേറ്റ് തുറന്നിട്ട് നേരെ നമ്മളിപ്പോൾ വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ്. നേരെ വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് കിട്ടുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. 2 പില്ലറുകളുണ്ട്. ഒരെണ്ണം കാർ പോർച്ചിന്റെ പില്ലറും സിറ്റ് ഔട്ടിന്റെ പില്ലറുമാണ്. അത് വന്നിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറിയിട്ട് നേരെ റൈറ്റ് സൈഡിന്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് ഇവിടെയായിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ കിണർ കൊടുത്തിരിക്കുന്നത്. നല്ല കിണർ വെള്ളമാണ്, റെഡ് സോയിൽ ആണ്, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടം വരെ ഇത് സ്റ്റോൺ വിരിച്ചിരിക്കുകയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ വരുന്ന ഏരിയ അവിടെ വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്കിലും ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാലും നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ കാർ പോർച്ച് കണ്ടു. നമുക്ക് വീടിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ 2 വീലർ ഒക്കെ വെക്കാനുള്ള ചെറിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിലും സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയെല്ലാം ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വീടിന്റെ സിറ്റ് ഔട്ട് വരുന്നത്. നല്ല നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറും വൈറ്റ് ഡിസൈൻ വരുന്ന ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ചെയറുകൾ ഇടാനുള്ള നല്ലൊരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലി മഹാഗണിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ പാളിയിലാണ് മെയിൻ ഡോർ വരുന്നത്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 11 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് കടന്നു വന്നത്. ഡോറിനടുത്തായിട്ട് 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. TV വെക്കാനുള്ള യൂണിറ്റ് നമ്മൾ ഡോർ തുറന്ന് വരുമ്പോൾ സ്ട്രെയിറ്റ് കാണുന്ന വോളിലാണ്. ഭംഗിയുള്ള ഡിസൈനിൽ ബ്രൗൺ കളറിൽ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്.
റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ്. മിഡിൽ പോർഷനുകളിലൊക്കെ ബ്രൗൺ കളർ പെയിന്റ് കൊടുത്തിട്ട് LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻട്രൻസ് നോക്കുവാണെങ്കിൽ മുകളിൽ CNC കട്ടിംഗ് ആണ് വരുന്നത്. സൈഡിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ ചെറിയ ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ LEDസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ 3 ഫേസ് കണക്ഷൻ ആണ് കിട്ടുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. 11 അടി നീളവും 8 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കിയാൽ ആ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് വരുന്നത്. ആ കോർണർ പോർഷനുകളിലൊക്കെ LED ബൾബുകളും അകത്തൊക്കെ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ക്ലാഡിംഗ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. വൈറ്റ് കളർ വാഷ് ബേസിനുണ്ട്. അത് വെച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ നോക്കിയാലും കാണാം ഗ്രാഫിക്കൽ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഭാഗത്താണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ടൈലാണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസും സ്ട്രേറ്റ് വരുമ്പോൾ 2 വിൻഡോസുമാണ് കിട്ടുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വുഡൻ കളറും ഡിസൈനും ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ വൈറ്റ് കളർ കൂടി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളും ഒക്കെ വെച്ച് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും ലൈറ്റ് യെല്ലോ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഫിറ്റിംഗ്സ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ്. ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും പോയിന്റും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമുക്ക് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ മുകളിലെല്ലാം വൈറ്റ് ഷെയ്ഡും താഴെയെല്ലാം ഗ്രേ ഷെയ്ഡിലുമാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെ ആയിട്ടാണ്. അതിന് തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് 3 വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. കിച്ചന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർക്ക് ഏരിയ സ്പേസ് ആണ്. ഫ്ലോർ ടൈലുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇതുപോലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ചെറിയൊരു ഹാളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എല്ലാം ഹാൻഡ് റൈൽസ് ഇട്ടിട്ടാണ് സേഫ് ആക്കിയിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഏരിയയുടെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ സൺലൈറ്റ് അതിലൂടെ കടന്നു വരുന്നുണ്ട്. പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ LEDസിലാണ് ചെയ്തിരിക്കുന്നത്. കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലുമാണ് വരുന്നത്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. 15 അടി നീളവും 10 അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഭാഗത്താണ്. സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഓപ്പൺ ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലിയ സൈസിൽ തന്നെയാണ്. ലൈറ്റ് യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഭാഗത്തുള്ള ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരെ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ടെക്സ്ചർ ഡിസൈൻ ആണ് ഇങ്ങോട്ടേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ട് ഫ്രെയിം കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം റൂഫിന്റെ ഒക്കെ അവർ എൻഡ് പോർഷനിലായിട്ട് ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി കാണേണ്ടത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്.
അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 11.5 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ കൂടിയാണ് അവിടെ വയ്ക്കാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കളർ ബാത്റൂമിലെ ടൈലുകളുടെ കളർ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ്. ടൈലുകളൊക്കെ വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ കളേഴ്സുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ ഫിറ്റിംഗ്സ് സെറയുടെ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ റൂം കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീനുള്ള പൈപ്പ്, വേസ്റ്റ് വാട്ടർ ലൈനും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിന്റെ കണക്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. നോക്കിയാൽ കാണാം കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ചെയ്ത് സേഫ് ആയൊരു റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്കുള്ള എൻട്രൻസ് ആണ്. നമുക്ക് നേരെ ടെറസിലേക്കാണ് പോകാൻ പറ്റുന്നത്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് റെഡിമെയ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെടുന്ന ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ കാക്കനാടിന്റെ നല്ലൊരു ഭാഗത്താണ്. നമുക്ക് വികാസവാണിക്കൊക്കെ വളരെ അടുത്താണ്. ഇവിടെ നിന്നുള്ള ദൂരം നോക്കുവാണെങ്കിൽ നമുക്ക് ഇടച്ചിറ ജംഗ്ഷനിലേക്ക് വെറും 3 കിലോമീറ്റർ ആണ്. ഇൻഫോ പാർക്കിലേക്ക് 5.4 കിലോമീറ്റർ. ഇവിടെ നിന്ന് വികാസവാണി ജംഗ്ഷൻ തൊട്ടടുത്താണ്. വെറും 1 കിലോമീറ്റർ ആണ് വരുന്നത്. വലിയൊരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്താണ് ഈ വില്ലാസ് എല്ലാം വരുന്നത്. ഒരുപാട് വില്ലകളുണ്ട്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതുമാണ്. നല്ലൊരു ലൊക്കേഷനാണ്. കാക്കനാടിന്റെ ഹാർട്ടിൽ തന്നെയാണ്, ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് പറ്റിയ ബഡ്ജറ്റിലാണ്. ഇങ്ങനെയുള്ള വീടുകൾ പെട്ടെന്ന് സെയിലാവും. അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കണ്ട ഉടനെ തന്നെ നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ലാൻഡ് അളവ് 3,100 ആണ് വരുന്നത്. 1,600 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3.1 സെന്റ് ഓഫ് ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്, യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ മാക്സിമം ലെവലിൽ ഞങ്ങളത് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റി വേണമെങ്കിലും തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ അത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഈ ഒരു ബഡ്ജറ്റിൽ കാക്കനാട് വീടുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.